If you believe in yourself, anything is possible. എന്ത് നല്ല കോട്ട്സ് ആണല്ലേ. നിങ്ങൾ തന്നെ വിശ്വസിച്ച് കഴിഞ്ഞാൽ, നിങ്ങളിൽ ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തും പോസിബിൾ ആണ്. ഉള്ള കാര്യം തന്നെയാണല്ലേ. നമുക്ക് നമ്മളെ പറ്റി അല്ലെങ്കിൽ നമ്മൾ സെൽഫായിട്ടൊരു കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. പുതിയൊരു നെക്സ്റ്റ് ഇയറിലോട്ട് കടക്കാൻ വേണ്ടി പോവാണ്, ന്യൂ അക്കാഡമിക് ഇയറിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ബിലീവ് ഇൻ യുവർ സെൽഫ്, നിങ്ങളെ തന്നെ വിശ്വസിക്കുക, മാക്സിമം എനർജിയിൽ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിനുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം. റെഡി? അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് നല്ലൊരു വർഷം ആവട്ടെ, നല്ലൊരു അക്കാഡമിക് ഇയർ ആവട്ടെ എന്ന് മിസ് ജസ്റ്റ് ആദ്യം തന്നെ വിഷയമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വർഷത്തെ കെമിസ്ട്രിയിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ബേസിക് ആയിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണിത്. ഇത് പഠിച്ചാലാണ് നിങ്ങൾക്ക് അതിനനുസരിച്ച് ഈ ചാപ്റ്റേഴ്സുകൾ, പുതിയ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളായതുകൊണ്ട് ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മക്കളെ, വാട്ട് ഈസ് മാറ്റർ? എന്താണ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോ നമ്മുടെ ചുറ്റും കാണുന്ന ഏറെക്കുറെ എല്ലാ സാധനങ്ങളും മാറ്റർ ആണ്. സോ വാട്ട് ഈസ് മാറ്റർ? എന്തായിരിക്കും മാറ്റർ? എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ചുറ്റും കാണുന്ന സാധനങ്ങൾ നോക്കി. പെൻ്റെ ചുറ്റുമാണെങ്കിൽ ഇവിടെ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, ഇവിടെ എൻ്റെ ഒരു പെൻ ഇരിപ്പുണ്ട്, ഇവിടെ റിമോട്ട് ആൻഡ് പേപ്പർ, എല്ലാ സാധനങ്ങളും ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ മാറ്ററുകളാണ്. സോ മാറ്റർ എന്ന് പറയുമ്പോൾ എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈ സ്പേസ് ആൻഡ് ഹാസ് മാസ്, അല്ലെ? ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ്. ഇപ്പം എൻ്റെ ഫോണിൽ ഇരിക്കാൻ ഇത്തിരി സ്പേസ് എന്തായാലും ആവശ്യമാണ്. അപ്പം എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നെങ്കിൽ എൻ്റെ കയ്യിൽ ഇതിനൊരു സ്പേസ് ആവശ്യമാണ്. അതുപോലെ ഇതിനൊരു മാസ് ഉണ്ടോ മക്കളെ? ഓഫ് കോഴ്സ് ഇതിനൊരു മാസ് ഉണ്ട്, അല്ലെ? നമുക്കറിയാം ഇതൊരു മാസ് ഉള്ള സാധനമാണ്. ഇനി ഇതാണെങ്കിൽ അങ്ങനെ തന്നെ, റിമോട്ട് ആണെങ്കിലും കൺസിഡർ ചെയ്ത് നോക്കൂ, ഇതിനൊരു മാസ് ഉണ്ട്, അല്ലെ? അത്യാവശ്യം ഒരു വെയിറ്റും കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ ഇതിന് ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് വേണം. ഇവിടെ പിടിച്ചാ അപ്പം നമുക്ക് പറയാൻ പറ്റും ഇതൊക്കെ എന്താണ്? മാറ്റർ ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ മാറ്റർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടി അനുസരിച്ചും കെമിക്കൽ കോമ്പോസിഷൻ അനുസരിച്ചും. ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ നമ്മൾ ആ ലുക്ക് വൈസ്, അല്ലെ, നമ്മൾ എന്താണ് അതിൽ കാണുന്നത് എന്നുള്ളതനുസരിച്ച് 3 ക്ലാസിഫൈ ചെയ്യുന്നു: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇത് നിങ്ങൾ എപ്പോഴും എനിക്ക് ഒന്ന് ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന കാര്യമാണ്. ഇനി കെമിക്കൽ കോമ്പോസിഷൻ അനുസരിച്ച് 2 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും. നിങ്ങൾക്ക് PM എന്ന് പഠിച്ചേക്കാം. എന്താണ് PM എന്ന് പഠിച്ചേക്കാം? CPM, സിമ്പിളായിട്ട് പഠിക്കാമല്ലോ, അല്ലേ? അപ്പോൾ കെമിക്കൽ കോമ്പോസിഷൻ അനുസരിച്ച് എന്തൊക്കെയാണ്? പ്യുവർ സബ്സ്റ്റൻസ്, മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ ഫിസിക്കൽ പ്രോപ്പർട്ടി അനുസരിച്ചുള്ള സോളിഡ്, ലിക്വിഡ്, ഗ്യാസിന്റെ കേസ് നമുക്ക് ക്ലിയർ ചെയ്ത് തന്നെ പഠിക്കാം. മക്കളെ, എന്താ സോളിഡ് സ്റ്റേറ്റ്? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഈ മൊബൈൽ ഫോൺ സോളിഡ് സ്റ്റേറ്റ് ആണ്, റിമോട്ട് സോളിഡ് സ്റ്റേറ്റ് ആണ്, ഇതായി പെണ്ണ് സോളിഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ എന്തായിരിക്കും സോളിഡ് സ്റ്റേറ്റ്? ഡെഫിനിറ്റ് ഒരു ഷേപ്പും ഡെഫിനിറ്റ് ഒരു മാസും അതേപോലെ ഡെഫിനിറ്റ് വോളിയം ഒക്കെ ഉള്ളത് സോളിഡ് സ്റ്റേറ്റ് ആണ്. ഐസ് ആൻഡ് ടേബിള്, ചെയർ എല്ലാം സോളിഡ് സ്റ്റേറ്റാണ്. ലിക്വിഡ് സ്റ്റേറ്റിന്റെ കേസ് വരികയാണെങ്കിൽ എന്താ മക്കളെ? കുറച്ചും കൂടെ ഫ്ലോ ചെയ്യാനുള്ള കഴിവ് ലിക്വിഡ് സ്റ്റേറ്റിനുണ്ട്, അല്ലേ? അതേപോലെ തന്നെ അതിനകത്തുള്ള പാർട്ടിക്കിൾസിനൊക്കെ അറേഞ്ച്മെന്റ് ഇച്ചിരി കൂടെ കൂടുതലും കാര്യങ്ങളാണ് ലിക്വിഡ് സ്റ്റേറ്റ്. ഗ്യാസ് സ്റ്റേറ്റ് ആണെങ്കിൽ പറയേണ്ട, എവിടെ വേണമെങ്കിലും ഫ്രീലി മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഗ്യാസ് സ്റ്റേറ്റ്. അപ്പൊ എന്തൊക്കെയാണ് ആദ്യം എക്സാമ്പിൾ തന്നെ പഠിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് തന്നെ മക്കളെ പോവുക. സോളിഡ് സ്റ്റേറ്റ് ആണെങ്കിൽ ബുക്ക്, പെന്ന്, പേപ്പർ, ടേബിൾ, ചെയർ, ഗ്ലാസ്, അങ്ങനെ ഏതെടുത്താലും അതൊക്കെ സോളിഡ് സ്റ്റേറ്റിനുള്ള എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ലിക്വിഡ് സ്റ്റേറ്റിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുടിക്കുന്ന വാട്ടർ പറയാൻ പറ്റും, മിൽക്ക് പറയാൻ പറ്റും, ജ്യൂസ് ഐറ്റംസ് പറയാൻ പറ്റും, കോഫി, അങ്ങനെ ഏത് സാധനം എടുക്കുകയാണ്. ഇപ്പോൾ ഓയിൽ എടുക്കുകയാണെങ്കിൽ ഓയിൽ, ഇതൊക്കെ ലിക്വിഡ് സ്റ്റേറ്റിൽ വരുന്നതാണ്. ഗ്യാസ് സ്റ്റേറ്റ് ആണെങ്കിലോ, ഇപ്പോൾ നമ്മുടെ സിലിണ്ടർ, നമ്മുടെ ഗ്യാസ്, അല്ലെ, നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഗ്യാസ്, അതുപോലെ തന്നെ CNG ആൻഡ് അതുപോലെ തന്നെ ബലൂൺസിലൊക്കെ നമ്മൾ ഹൈഡ്രജൻ ബലൂൺസ് ആൻഡ് അതേപോലെ നൈട്രജൻ ബലൂൺസ് ഒക്കെ പറയാറില്ലടാ, അങ്ങനെയുള്ളത് അതൊക്കെ ഇതിലുള്ള എക്സാമ്പിളാണ്, ഗ്യാസ് സ്റ്റേറ്റുള്ള എക്സാമ്പിളാണ്. അപ്പോൾ ഇവരുടെ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത് ക്ലിയർ ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. ഇത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കേട്ടോ. ഫസ്റ്റ് വൺ തന്നെ മാസ്. ഡെഫിനിറ്റ് മാസ് 3 സാധനങ്ങൾക്കുണ്ട്. കാര്യം നമുക്കറിയാം, ഇപ്പോൾ ഒരു സോളിഡ് സ്റ്റേറ്റ്, ഇപ്പോൾ ഒരു ഐസ് ക്യൂബ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഐസ് വേണ്ട, നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പെണ്ണാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതിനൊരു ഡെഫിനിറ്റ് മാസ് ഇല്ലടാ. ഓഫ് കോഴ്സ് ഇതിനൊരു മാസ് ഉണ്ട്, അല്ലേ? അതേപോലെ ഇതിനൊരു ഷേപ്പ് ഇല്ലേ? ഇന്ന് ഈ ഷേപ്പ് ആണെങ്കിൽ നാളെ ഇത് സെയിം ഷേപ്പ് തന്നെ, അല്ലേ? സോ ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. വോളിയം ആണെങ്കിലും എന്താണ്? ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു വോളിയം ഉണ്ട്, അല്ലേ? അപ്പോൾ ഇത് 3ഉമുള്ള ആളാണ് സോളിഡ് സ്റ്റേറ്റ്. ലിക്വിഡിൽ വരുന്ന സമയത്ത് മാസ് ഉണ്ട്, കാരണം നമ്മൾ 1 ലിറ്റർ 2 ലിറ്റർ അല്ലെങ്കിൽ അങ്ങനെ ½ ലിറ്ററിനൊക്കെ ബോട്ടിൽ വാങ്ങിക്കാറുണ്ട്, മാസ് ഉണ്ട്. പക്ഷെ ഷേപ്പ് എന്ന് പറഞ്ഞത് അറ്റൈൻ ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. എന്തിലാണോ എടുക്കുന്നത് അതിൻ്റെ ഷേപ്പ് ആയിരിക്കും. ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസിൻ്റെ ഷേപ്പ്, അല്ല നിങ്ങളൊരു വലിയ ബക്കറ്റിലാണെങ്കിൽ ബക്കറ്റിൻ്റെ ഷേപ്പ്, അങ്ങനെ എന്തിലാണോ എടുക്കുന്നത് അതിൻ്റെ ഷേപ്പ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ലിക്വിഡ് സ്റ്റേറ്റിൽ വരുന്നത്. പിന്നെ ഡെഫിനിറ്റ് വോളിയം ഉണ്ടോ ചോദിച്ചാൽ അതിന് ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. ഗ്യാസ് സ്റ്റേറ്റിൽ വരുന്ന സമയത്ത് ഡെഫിനിറ്റ് മാസ് ഉണ്ട്, പക്ഷെ മറ്റൊരു സാധനവും ഇല്ല, അല്ലേ? കാരണം ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടോ? ഇതാ നമ്മുടെ
ചുറ്റും ഇപ്പോഴും ഗ്യാസ് ഉണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് ഡെഫിനറ്റ് അതിന് ഷേപ്പ് ഇല്ല, അതുപോലെ ഡെഫിനറ്റ് ഒരു വോളിയൂം ഇല്ലാത്ത ആളാണ്. മാസ് ഉണ്ടോ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു 1/2 kg സിലിണ്ടറാണ് നമ്മൾ വീട്ടിൽ വാങ്ങിക്കുക അല്ലേ? ഗ്യാസിന്റെ വാങ്ങിക്കുന്ന സമയത്ത് 1/2 kg 1 kg ഒക്കെ സിലിണ്ടറിൽ വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? മാസ് ഉണ്ട് എന്നുള്ളത് ക്ലിയർ ആണ്. ഇനി പഠിക്കേണ്ടത് അതിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ കേസാണ്. ഇപ്പൊ സോളിഡ് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസ് ആണ് ഇതേപോലെ കറക്റ്റ് അറേഞ്ച്മെന്റ് ആയിരിക്കും അല്ലെ? കറക്റ്റ് ആയിട്ട് എന്താ പറയാ, കൃത്യമായിട്ടുള്ള രീതിയിലായിരിക്കും അതിനകത്ത് അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കുക. ലിക്വിഡിലാണെങ്കിൽ കണ്ടോ ഗ്യാപ്പ് ഇച്ചിരി കൂടെ കൂടുതലാണ്, മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കൂടുതലാണ്. ഗ്യാസ് ആണെങ്കിൽ പിന്നെ പറയേണ്ട ഇഷ്ടം പോലെ ഗ്യാപ്പാണ് അതിന്റെ ഇടയിൽ വരുന്നത് അല്ലെ? അപ്പൊ ഇതിനകത്ത് സ്പേസ് നോക്കുന്ന സമയത്ത് സോളിഡ് സ്റ്റേറ്റ് ക്ലോസ്ലി പാക്കാ, ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കട്ടയ്ക്ക് നിൽക്കുന്ന സാധനം ആയതുകൊണ്ടാണ് അതിനൊരു ഫിക്സഡ് ഷേപ്പ് ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ളതാണ് സോളിഡ് സ്റ്റേറ്റ്. ലിക്വിഡിൽ കുറച്ചും കൂടെ ഗ്യാപ്പ് ഫീൽ ചെയ്യും പാർട്ടിക്കിൾസിന്റെ ഇടയിൽ. ഗ്യാസിനാണെങ്കിൽ ലെസ് ക്ലോസ്ലി, ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ക്ലോസ്ലി പാക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഇനി അട്രാക്ഷൻ നോക്കുകയാണെങ്കിലോ മക്കളെ, എന്താ അട്രാക്ഷന്റെ കേസിൽ വരാ? പാർട്ടിക്കിൾസ് ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുകയാണെങ്കിൽ ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കില്ലടാ. അപ്പൊ ഞാൻ പറയട്ടെ, ഒരു ഐസ് ക്യൂബ് എന്തുകൊണ്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്നത്? അതിനകത്തുള്ള പാർട്ടിക്കിൾസ് എല്ലാം ഇങ്ങനെ നിൽക്കുന്ന സാധനത്തില് പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. ഇനി ലിക്വിഡിൽ വരുമ്പോൾ കുറച്ചും കൂടെ അത് കുറവായിരിക്കും. ഗ്യാസിലാണെങ്കിൽ തീരെ അട്രാക്ഷൻ ഇല്ല, നെഗ്ലിജിബിളാ. അതുകൊണ്ടാണ് അവർക്ക് എങ്ങോട്ടേക്കും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? ഒരു പാർട്ടിക്കിൾ ഇവിടെ ആണെങ്കിൽ ഒരു പാർട്ടിക്കിൾ ഇവിടെ, ഒന്നിവിടെ. സോ എങ്ങോട്ടേക്കും മൂവ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്തിട്ട് പഠിക്കുക. അപ്പൊ നമ്മളിപ്പോൾ എന്താ പഠിച്ചത്? നമ്മുടെ മാറ്ററിലെ സോളിഡ്, ലിക്വിഡ്, ഗ്യാഷ്യസ് ആയിട്ടുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടി നമ്മൾ 3 കാര്യങ്ങളും ക്ലിയർ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേടാ? ഇത് ബേസിക് ആയിട്ട് തന്നെ മക്കൾ അറിയേണ്ട ഒരു ടോപ്പിക്കാണ്. ഇത് അറിയാതെ ബാക്കി ചാപ്റ്റേഴ്സ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. റെഡി? അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബേസിക് കാര്യം മുതലേ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. കാരണം 9th CBSE എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു അക്കാഡമിക് ഇയർ അല്ല. കാരണം 8th ഈസി അല്ല, 10th ടഫുമാണ്. ആ രീതിയിലുള്ളൊരു എന്താ പറയാ, ഒരു മിഡിലായിട്ട് വരുന്ന സംഭവമാണ് ഈ ആക്ച്വലി 9th CBSE വരുന്നത്. അത്യാവശ്യം നല്ല ടഫ് സിലബസ് ആണ്, നന്നായിട്ട് വൈഡായിട്ട് ഇപ്രാവശ്യം ടെക്സ്റ്റ് ബുക്ക് കൂടെ മാറിയതുകൊണ്ട് അതിനനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. സോ നിങ്ങൾ ക്ലിയർ ചെയ്ത് പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അതിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈലത്തിന്റെ നിഞ്ച ബാച്ച് ഉള്ളത്. നിഞ്ച ബാച്ചിന്റെ കേസ് പറയുകയാണെങ്കിൽ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകൾ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇൻ ആപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുള്ള പല ഫീച്ചേഴ്സുകളും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. ഇനി വേറൊരു സ്പെഷ്യാലിറ്റി പറഞ്ഞത് ഈ വർഷം നിങ്ങൾക്ക് 3 രീതി പർച്ചേസ് ചെയ്യാൻ ഓപ്ഷനും ഉണ്ട്. ബേസ്, ഇൻഫിനിറ്റി പ്രോ. ഈ ബേസിൽ വരുന്ന സമയത്ത് ഇപ്പൊ നോർമൽ ഒരു ക്ലാസ്സും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും മാത്രം മതി എന്ന് പറയുന്ന കുട്ടിക്ക് ബേസ് ഓക്കെയാണ്. പക്ഷേ ഏതാ ബെറ്റർ ചോദിച്ചാൽ ഇൻഫിനിറ്റി പ്രോ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അതിനകത്താണ് നിങ്ങൾക്ക് പേൾ വീഡിയോന്റെ ആക്സസ് ലഭിക്കുന്നത്, റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസിന് ആക്സസ് ലഭിക്കുന്നത്, അതുപോലെ ഇൻസ്റ്റാലേണ്, മൈൻഡ് മാപ്പ് ഒക്കെ ലഭിക്കുന്നത്. ഇൻസ്റ്റാലേണ്, മൈൻഡ് മാപ്പ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. കാരണം അത് പഠിച്ചൊരു കുട്ടിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് A ഗ്രേഡും A+ ഒക്കെ വാങ്ങിക്കാൻ, A1 ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇൻഫിനിറ്റി പ്രോ ആണെങ്കിൽ ഫാൽക്കൺ ബാച്ചിന്റെ ആക്സസും ഫ്രീ ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കി സെലക്ട് ചെയ്യുക ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുന്നത് തന്നെയാണ്. അപ്പൊ മിടുക്കറായിട്ട് സെറ്റായിട്ട് എന്ത് ചെയ്യുക? നന്നായിട്ട് തന്നെ പഠിക്കുക. ബേസ് കാര്യങ്ങൾ മുതലേ പഠിച്ച് സെറ്റാക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ലൊരു അക്കാഡമിക് ഇയർ ഈ വർഷം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് വീണ്ടും കാണാം. ബൈ.